അപ്പോൾ അതേ നല്ല ബ്രൈറ്റനിങ് ആണ്. എന്തൊരു ഫൗണ്ടേഷനൊക്കെ ഇട്ട പോലെയാണ് നമുക്ക് ശരിക്കും ഇല്ല കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു ബ്രൈഡൽ കിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു സ്പോൺസർഡ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. അപ്പൊ എന്റെ ഒരു കസിന്റെ കല്യാണം വരുന്നുണ്ട്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, ആദ്യം തന്നെ നീ ടെസ്റ്റ് അടിക്ക്, എന്നിട്ട് എനിക്ക് പറഞ്ഞ ഇത് ബ്രൈഡ് ആകുമ്പോൾ ചിലപ്പോ എല്ലാം കൂടി ചെയ്തിട്ട് നമുക്ക് പണിയാവണ്ട. അപ്പൊ പാർലറിലൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല, വീട്ടിൽ തന്നെ നമ്മളൊരു കിറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് കിറ്റാണ് നല്ലത്. അപ്പൊ ഞാൻ കുറെ റിവ്യൂസ് നോക്കിയപ്പോ ഇത് നല്ലതായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നെ തന്നെ ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവർക്ക് സജസ്റ്റ് ചെയ്യാം, നല്ലതാണെങ്കിൽ ഓക്കെ പറയാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിവിടെ ഈ ഒരു ബ്രൈഡൽ ഫേഷ്യൽ കിറ്റ് O3+ ഞാൻ തോന്നുന്നു പറയാം, ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഇതില് നമുക്ക് കണ്ടോ 4 എണ്ണത്തിന്റെ ഒരു കവറാണ് വരുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന വൈറ്റനിങ് ക്ലെൻസിങ് ഫോം ആണ് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ വൈറ്റനിങ് ക്ലെൻസിങ് ഫോം. അപ്പൊ ഫേസ് വാഷ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഞാൻ ക്ലെൻസിങ് ഫോം വെച്ചിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ലെൻസിങ് ഫോം ആണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. ഇനി D10 പാക്ക് ആണ് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ. D10 പാക്ക് ഞാൻ ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. D10 പാക്ക്. അതിനുശേഷം ഇതൊരു ശരിക്കും ഒരു കോൾഗേറ്റിന്റെ സ്മെല്ല് പോലെ ഉണ്ട്. ശരിക്കൊരു എന്താണോ പണി കിട്ടണാവോ, കോൾഗേറ്റിന്റെ സ്മെല്ല് പോലെ ഉണ്ട് ശരിക്കും, അതേ സ്മെല്ല്. അപ്പൊ ഇത് ഇനി ഒരു ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് ഞാൻ റിസൾട്ട് കാണിക്കും. അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ഈ ഒരു ടാൻ റിമൂവ് ചെയ്തപ്പോ തന്നെ. അപ്പൊ മെയിനായിട്ടും പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവുക ടാൻ ആണ്. അപ്പൊ ശരിക്കും ഇതൊരു കോൾഗേറ്റ് പോലെ തന്നെ ഉണ്ട് കേട്ടോ. ശരിക്കും ആ ഒരു നമ്മള് പല്ലൊക്കെ തേക്കുമ്പോ നമ്മുടെ വായിലൊക്കെ ജസ്റ്റ് ഒരു തണുപ്പ് ഫീൽ ചെയ്യില്ലേ, അപ്പൊ എനിക്ക് ഫേസ് വാഷ് ചെയ്തപ്പോ അങ്ങനെ തന്നെയാണ് തോന്നിയത്. ശരിക്കും ഒരു തണുത്ത ഒരു ഫീലിംഗ് ആണ്. ഇവിടെയൊക്കെ നന്നായിട്ട് തണുത്തിരിക്കുക കേട്ടോ. അപ്പൊ പിന്നെ ആദ്യത്തെ നമ്മള് ക്ലെൻസർ ചെയ്തപ്പോ ഞാൻ ഫേസ് വാഷ് ചെയ്തു. അപ്പൊ ഞാനിപ്പോ ഇപ്പോഴാണ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കി കേട്ടോ. അപ്പൊ ക്ലെൻസ് ചെയ്യുമ്പോൾ ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ടവല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയാലും ചെയ്താൽ മതി, ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തട്ടോ. ഇത് ആദ്യം നമ്മൾ ക്ലെൻസിങ് ചെയ്തു, അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് D10 ആണ് കേട്ടോ. D10 ചെയ്തു. ഇനി നമ്മളൊരു വൈറ്റനിങ് ടോണിക് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. തേർഡ് സ്റ്റെപ്പ് നമുക്കൊരു 10 സ്റ്റെപ്പ് ഉണ്ട്. തേർഡ് സ്റ്റെപ്പ് നമ്മളൊരു വൈറ്റനിങ് ടോണിക്. നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഇതാണ് നമ്മുടെ വൈറ്റനിങ് ടോണിക്. ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുന്നുണ്ട്. നമ്മൾ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും മേലോട്ട് ഇങ്ങനെ മസാജ് ചെയ്യട്ടെ. എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല കേട്ടോ. കിറ്റ് നമുക്കൊരു 10 സ്റ്റെപ്പാണ്, മാസ്ക് ഉണ്ട്, കുഴപ്പമില്ല. എല്ലാവർക്കും ട്രൈ ചെയ്യാം. നമ്മളൊരു ബ്രൈഡ്സിന് മാത്രം യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ കല്യാണത്തിന് പോകാൻ നമുക്കായാലും നല്ല ഒരു ഗ്ലോ കിട്ടാനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റനിങ് മസാജ് ക്രീമാണ് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. വൈറ്റനിങ് മസാജ് ക്രീം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ക്രീം നമുക്കിനി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഒരു സ്മൂത്ത് ഫിനിഷ് ഉള്ള ഒരു ക്രീമാണ് കേട്ടോ. ശരിക്കും നല്ലൊരു അടിപൊളിയാണ്. നല്ലൊരു എന്താ പറയാ, ഓയിലി ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ കൂടുതലായിട്ട് ഒരു ഡ്രൈ ആണ് സ്കിന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ നല്ലത് ചെയ്യുന്നത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് കുറച്ചും കൂടി നന്നായിരിക്കും തോന്നണം. അപ്പൊ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വൈറ്റനിങ് സീറം എടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതും എല്ലാത്തിനും ഒരേ സ്മെല്ല് പോലെ ഉണ്ട് കേട്ടോ. ഇനി ഞാൻ കൈയൊന്നും വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അതിൻ്റെയാണോ അറിയില്ല. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മാസ്ക് ഇടുമ്പോൾ ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടും ആ ഒരു 2 മിനിറ്റ്സ് മസാജ് ചെയ്തിട്ട് ജസ്റ്റ് എക്സ്ട്രാ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് കൊടുത്താൽ മതി. കഴുകേണ്ട ആവശ്യമില്ല. ശരിക്കും കണ്ടോ, ഇങ്ങനെ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു കിറ്റിലുണ്ടായിരുന്നില്ലേ, ആ ഒരു 2 എണ്ണമാണ് നമ്മളിപ്പോൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഫേഷ്യൽ പവർ ജെല്ലും ജെൽ മാസ്കും പൗഡറും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്
അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മൾ ഇട്ട് വെക്കണം. അപ്പൊ ഇതേ മാസ്ക് ഇവിടെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഈ ഒരു പൊടിയും പിന്നെ ഒരു സിറം പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ ഇത് നമുക്കൊരു 3-4 തവണ യൂസ് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് വേണമെങ്കിൽ നമുക്കൊരു 2-3 തവണയൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കുറെ പേരുണ്ടെങ്കിൽ, കസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാം. ഈ ഒരു പൗഡറിന്റെ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ്. പക്ഷെ ഈ ഒരു സിറം എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഒരു സ്മെല്ല് അത്ര നല്ലതല്ല. ഇങ്ങനെ നോക്കുമ്പോ അത്ര നല്ല സ്മെല്ലല്ല കേട്ടോ. പൗഡർ മാത്രം ഞാൻ പൊടിച്ചപ്പോ നല്ലൊരു സ്മെല്ലായിരുന്നു. പക്ഷെ ഈ സിറം കൂടി ഇട്ടപ്പോ ഒട്ടും സ്മെല്ലില്ല. അപ്പൊ നമ്മുടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പീൽ ഓഫ് പോലെയാണ് കേട്ടോ. നമുക്ക് പീൽ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടോ പീൽ ചെയ്ത് ഇങ്ങനെ നന്നായിട്ട് പീൽ ചെയ്ത് പോരും കേട്ടോ. അടിപൊളിയാണ് കണ്ടോ. സൂപ്പറായിട്ട് പീൽ ചെയ്ത് പോരുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടോ അത്. ഞാനിങ്ങനെ പീൽ ചെയ്യാന്ന് വിചാരിച്ചില്ല. പക്ഷെ നമുക്ക് നന്നായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പീൽ ചെയ്ത് പോരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ തിക്കായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്തത് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പീൽ ചെയ്തെടുക്കാം കണ്ടോ. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. നല്ലൊരു ബ്രൈറ്റനിങ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഇതേ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നു. എനിക്ക് നല്ല ചേഞ്ച് തോന്നുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മാസ്ക്. എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇപ്പൊ കുറെ നാളായി പാർലറിലൊക്കെ പോയിട്ട് പാർലറിൽ കൂടെ പോയാലും ഇത്ര ഗ്ലോ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് അടിപൊളി ഒരു മാസ്ക് ആണ്. ഇനി നമുക്ക് സ്റ്റെപ്പ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് സ്റ്റെപ്പ് 8 ആർബുട്ടിൻ സെറാണ് നമ്മളിപ്പോ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് സിറം. ഇത്രേ ഉള്ളൂ കേട്ടോ സിറം സ്മെല്ല് വന്നിട്ട് നല്ല സ്മെല്ലൊന്നല്ല, അത്രയും നല്ലൊരു ഫ്ലേവർ ഒന്നല്ല. ജസ്റ്റ് നല്ല എന്താ പറയാ ഒരു സാധാരണ ഒരു സിറം പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്ര നല്ല മണമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തത് ആർബുട്ടിൻ പൗഡർ ആണ്. സ്റ്റെപ്പ് 9 വന്നിട്ട് പൗഡർ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് 1:2 റേഷ്യോയിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു പേസ്റ്റ് പോലെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഒരു പൗഡറാണ്, പൗഡറായിട്ട് മിക്സ് ചെയ്തു, വെള്ളത്തിലാണ് മിക്സ് ചെയ്തത്. ഇനി നമുക്ക് ഇതൊരു പീൽ ഓഫ് മാസ്ക് ആണ്. നമുക്ക് ഇത് അടർത്തിയെടുക്കാം കേട്ടോ. ജസ്റ്റ് ഇവിടുന്ന് ശരിക്കും നമുക്ക് നന്നായിട്ട് ഇങ്ങനെ അടർന്നു പോരും കേട്ടോ. തിക്കായിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 പേർക്കൊക്കെ യൂസ് ചെയ്യാനുള്ളതുണ്ട്. ശരിക്കും ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതേ നല്ല ബ്രൈറ്റനിങ് ആണ്. എന്തൊരു ഫൗണ്ടേഷനൊക്കെ ഇട്ട പോലെയാണ് നമുക്ക് ശരിക്കും ഇല്ല കേട്ടോ. ശരിക്കും നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ല റിസൾട്ട് ഉണ്ട്. ഇത് നമ്മൾ പാർലറിലൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു 6,000-5,000 റുപ്പീസ് എന്തായാലും കൊടുക്കും. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇവരുടെ തന്നെ വൈറ്റനിങ് പ്ലസ് സൺസ്ക്രീൻ ആണ് ഉള്ളത്. അപ്പൊ ഞാനിവിടെ പാക്കറ്റ് ഒക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആയിട്ടോ. അപ്പോൾ ക്രീം എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ, നമ്മളെല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. ബ്രൈഡ്സിന് ഷുവർ ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തോളൂ. പിന്നെ കുറേ സമയം വേണം, 1 മണിക്കൂറിന് മേലെ എന്തായാലും വേണം. നമുക്ക് കുറേ നേരം ഇരിക്കണം. അപ്പൊ എന്തായാലും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ എന്തായാലും ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു എന്താ പറയാ സ്പോൺസേർഡ് ഒന്നല്ല, ഞാൻ നോക്കി വാങ്ങിച്ച് എന്റെ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പൊ എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്